ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. ഇന്ന് നമുക്ക് റീഡിങ്ങിലെ സിനോണിംസ് പഠിച്ചാലോ? കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേയേറെ പുതിയ സിനോണിംസ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 10 പുതിയ സിനോണിംസ് കൂടെ പഠിക്കാം. ഓക്കെ, സിനോണിംസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും നമ്മൾക്ക് ബി സ്കോർ നേടാനായിട്ട് ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വീണ്ടും പറയുകയാണ്, നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വേർഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ അണ്ടർലൈൻ ചെയ്യുക. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പര്യായ പദങ്ങൾ നമ്മുടെ ഡിക്ഷണറി നോക്കി നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അന്നത്തെ ദിവസം അത് ഫെമിലിയർ ആക്കി വയ്ക്കുക. അതുകൂടാതെ ഞാൻ തരുന്ന സിനോണിംസും കൂടെ പഠിക്കുക. സിനോണിംസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബി സ്കോർ എളുപ്പത്തിൽ കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോകാം. ഇൻഎഫിഷ്യൻറ്റ് എന്നാണ് ആദ്യത്തെ വേർഡ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ വേർഡ് ഇൻഎഫിഷ്യൻറ്റ്. സോ അതിൻ്റെ സിനോണിംസ് നമുക്ക് പഠിക്കാം. ഇൻഎഫക്റ്റീവ് ആൻഡ് പർപ്പസ്ലെസ്. രണ്ട് വേർഡ്സാണ് നമുക്ക് ഇൻഎഫക്റ്റീവിന് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഎഫിഷ്യൻറ്റ്, ഇൻഎഫക്റ്റീവ് ആൻഡ് പർപ്പസ്ലെസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോകാം. അൺലൈക്ലി ആണ്. അൺലൈക്ലി എപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഉണ്ടാകും. അൺ കൂട്ടിയിട്ട് ഒരുപാട് വാക്കുകൾ നമുക്ക് വരാറുണ്ട്, നമ്മൾ കാണാറുണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മൾ ഈ അൺ കൂട്ടിയിട്ടുള്ള വാക്കുകളെല്ലാം ഫെമിലിയർ ആക്കി വെച്ച് അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് പഠിക്കണം. സിനോണിംസും പഠിക്കണം. കാരണം മിക്കവാറും ആ ഒരു സെൻറ്റൻസിൽ ആൻസർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അൺലൈക്ലി എന്നുള്ള വാക്കിന് സിനോണിംസ് അൺഎക്സ്പെക്റ്റഡ്, നോട്ട് ലൈക്ലി. ഇങ്ങനെ രണ്ട് വാക്കുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് രണ്ടാമത്തെ വാക്ക്. മൂന്നാമത്തെ വാക്ക് അൺകോമൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അൺ കൂട്ടിയിട്ടുള്ള പല വാക്കുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് അൺകോമൺ. അൺകോമൺ, അൺയൂഷ്വൽ എന്നാണ് അതിൻ്റെ സിനോണിം ഉള്ളത്. 3 വേർഡ് നമ്മൾ പഠിച്ചു. അടുത്തത് നമുക്ക് നോക്കാം. അൺകൺഫേംഡ് ആണ്. അൺകൺഫേംഡ്. ഓക്കെ, ഇതും അൺ കൂട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ അൺസേർട്ടൻ എന്നുള്ളതാണ് അതിൻ്റെ സിനോണിമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അൺസേർട്ടൺ ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ വാക്ക് നമുക്ക് നോക്കാം. മേ ബി. ഈ ക്യാൻ ബി, മൈറ്റ് ബി, മേ ബി, ഇതിനൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. മിക്കവാറും അങ്ങനെയുള്ള വാക്കുകൾ കാണാറുണ്ട്. അതിൻ്റെ മീനിങ്ങും കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സിനോണിംസും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പോസിബിളി, പ്രോബബ്ലി. ഇപ്പോൾ മേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനകത്ത് നമുക്കിപ്പോൾ കൃത്യമായിട്ടും ഒരു ഷുവർട്ടി ആയിട്ടാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത് മേ ബി, അതായത് ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ഷുവർട്ടി ഇല്ല. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ മേ ബി എന്നുള്ള വാക്കിനർത്ഥം പോസിബിളി ആൻഡ് പ്രോബബ്ലി. 2 വാക്കുകളാണ് നമുക്കുള്ളത്. ഓക്കെ, റീഡിങ്ങിൽ സിനോണിംസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കൊരു ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാതെ ഓപ്ഷൻ എന്താണെന്നും എങ്ങനെയാണ് ആൻസറിലോട്ട് പോകുന്നതെന്നും കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് 30 റൈറ്റ് ആൻസേഴ്സ് ആണ് വേണ്ടത്. നമ്മളൊരു 20 ഡേയ്സിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും പഠിക്കാൻ നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മൾ കോഴ്സ് എടുക്കുന്ന അന്ന് തൊട്ട് തന്നെ നമ്മളൊരു 10 വേർഡ്സ് വെച്ച് റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും സിനോണിംസ് പഠിച്ചു കഴിഞ്ഞാൽ, മീനിങ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 ഡേയ്സും കൊണ്ട് നമുക്ക് 200 വേർഡ്സ്, ന്യൂ വേർഡ്സ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. അപ്പോൾ ആ 200 വേർഡ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഉറപ്പായിട്ടും അതിൽ നിന്നും നമ്മളോട് കൃത്യമായിട്ട് നമുക്ക് ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ മാത്രമേ ആകുള്ളൂ. ഇനി 200 വേർഡ്സ് വന്നില്ലെങ്കിലും നമ്മൾ 200 വേർഡ്സ് പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറേ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. കാരണം ഈ ചോദിച്ച അതേ വാക്കുകൾ തന്നെ, അല്ലെങ്കിൽ ഈ കാണുന്ന അതേ വാക്കുകൾ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എടുക്കുമ്പോൾ അതിൽ റിപ്പീറ്റേഷൻ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് സിനോണിംസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വേർഡ് നമുക്ക് പഠിക്കാം. അതൊരു ഫ്രേസൽ വേർഡാണ് കേട്ടോ. അപ്പോൾ പ്ലേ ഇറ്റ് സേഫ്.
പ്ലേ ഇറ്റ് സേഫ് എന്നാണ് ആ വാക്ക്. അതിൽ നമുക്ക് നമ്മുടെ സിനണിയുമായിട്ട് തന്നിരിക്കുന്നത് ടേക്ക് പ്രിക്കോഷൻസ്, അവോയ്ഡ് റിസ്ക്. 2 വാക്കാണ് തന്നിരിക്കുന്നത്. റിസ്ക് ഒഴിവാക്കുക, പ്രിക്കോഷൻ എടുക്കുക. അതാണ് പ്ലേ ഇറ്റ് സേഫ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോകാം. ഇൻഫ്രീക്വൻ്റ്ലി ആണ്. ഇൻഫ്രീക്വൻ്റ്ലി എന്നുള്ള വാക്കൊക്കെ ഒരുപാട് നമ്മൾ എപ്പോഴും നമുക്ക് കാണുന്ന വേർഡ്സാണ് ഇൻഫ്രീക്വൻ്റ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്രീക്വൻ്റ്ലി എന്നുള്ള വാക്കിൻ്റെ സിനണിമായിട്ട് പറയുന്നത് നോട്ട് ഓഫൺ, റെയർലി. ഈ 2 വാക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് റിസംബിൾ എന്നുള്ളതാണ്. റിസംബിൾ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു 2 കുട്ടികൾ ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ അവർ റിസംബിളായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. അതിൻ്റെ മീനിങ് തന്നെ ലുക്ക് ലൈക്ക്, ബി ലൈക്ക് അല്ലേ, ഒരുപോലെ എന്നുള്ളൊരു വാക്കാണ് അതിൻ്റെ മീനിങ് ആയിട്ടും വരുന്നത്. നെക്സ്റ്റ് വാക്ക് കൊമോഡിറ്റി എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട ഐറ്റം, മെറ്റീരിയൽ, പ്രൊഡക്റ്റ്, ഒരു വസ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കൊമോഡിറ്റി എന്നുള്ള വാക്കും ഞാൻ തന്നെ മെറ്റീരിയൽസ് ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ കൊമോഡിറ്റി എന്നുള്ള വാക്ക് ഒത്തിരി വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ സിനണിം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഹാർഡ്ഷിപ്പ് എന്നുള്ളതാണ്. ഹാർഡ്ഷിപ്പ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഡിപ്രിവേഷൻ ആൻഡ് പ്രിവേഷൻ. 2 വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്കത് ഉറപ്പായിട്ടും യൂസ്ഫുൾ തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്ത 10 വേർഡ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വാക്കുകളെല്ലാം പഠിക്കുക. വെറുതെ ഇങ്ങനെ വീഡിയോ നോക്കി മാത്രമല്ല, എഴുതി വെക്കണം കേട്ടോ. ഒരു ബുക്ക്, ഒരു 200 പേജിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് റീഡിങ്ങും മറ്റേ സൈഡിൽ നിന്ന് ലിസണിങ്ങും എഴുതിയാൽ മതിയാകും. അപ്പോൾ ഒരു ഈസി ആയിട്ടൊരു 200 പേജ് വാക്കുകളൊക്കെ ഒരു 20 ഡേയ്സും കൊണ്ട് നിങ്ങൾക്ക് എഴുതി പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങളാൽ പറ്റുന്നത്ര ഹോംവർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് റീഡിങ്, ലിസണിങ് ഓരോ മെറ്റീരിയലും 1 മണിക്കൂർ വെച്ചേ ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഒരു പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസിനായിട്ട് അത് സിനണിംസ് പഠിക്കാൻ തന്നെ ഒരു 15 മിനിറ്റ്സ് വെച്ച് എക്സ്ട്രാ റീഡിങ്ങിനും ലിസണിങ്ങിനും കൊടുത്ത് ഒരു 2.5 hours നമുക്ക് 2 മൊഡ്യൂളിലും വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് 42 ഔട്ട് ഓഫ് 42 നമുക്ക് വേണ്ട 30 ആണ്. ആ 30 ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം 2025 റീഡിംഗ് ഒരു എളുപ്പമുള്ള സബ്ജക്റ്റായി മാറുവാനും സാധിക്കും. ഇനി ടൈം എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി പഠിക്കാനായിട്ടുള്ള സമയവും കിട്ടും. അപ്പോൾ ഡെയിലി ഈ സിനണിംസ് പഠിക്കാനായിട്ട് അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓൾ റൈറ്റ്. സോ എല്ലാവരും സിനണിംസ് പഠിച്ച് ഈ വർഷം എല്ലാവരും നന്നായിട്ട് റീഡിങ്ങിന് മാർക്ക് മേടിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സിനണിംസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.